കൂട്ടിക്കൽ പഞ്ചായത്തിലെ ടാപ്പിംഗ് നടക്കാത്ത റബ്ബർ തോട്ടങ്ങൾ വനത്തിന് സമാനമായി മാറുന്നു. പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാകുന്നതായി ആക്ഷേപം. കൂട്ടിക്കൽ ടൗണിനും ഇളങ്കാടിനും ഇടയിലാണ് നിരവധി റബ്ബർ തോട്ടങ്ങൾ കാടുമൂടി കിടക്കുന്നത്. തേൻപുഴ മുതൽ കുപ്പായക്കുഴി വരെ റോഡിന്റെ വശത്തോട് ചേർന്ന് നൂറുകണക്കിന് ഏക്കർ റബ്ബർ തോട്ടമാണ് ടാപ്പിംഗ് നടക്കാതെ കാടുമൂടി കിടക്കുന്നത്. കൂട്ടിക്കൽ സർക്കാർ ആശുപത്രി കൂടാതെ നിരവധി കുടുംബങ്ങളും തിങ്ങിപ്പാർക്കുന്ന മേഖലയോട് ചേർന്നാണ് ഏക്കർ കണക്കിന് റബ്ബർ തോട്ടം കാടുമൂടി കിടക്കുന്നത്. സമാനമായ രീതിയിൽ എന്തയാർ JJ മർഫി UP സ്കൂളിനും ഒളയനാട് സ്കൂളിനുമിടയിലും ഏക്കർ കണക്കിന് റബ്ബർ തോട്ടമാണ് കാടുമൂടി കിടക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങൾ തമ്പടിക്കുകയാണ്. വർഷങ്ങളായി ടാപ്പിംഗ് നടക്കാത്തത് മൂലം റബ്ബർ മരങ്ങളിൽ കാടുപടലങ്ങൾ മൂടിയ നിലയിലാണ്. ചില സ്ഥലങ്ങളിൽ മറ്റ് മരങ്ങൾ കൂടി വളർന്നു നിൽക്കുന്നതോടെ ഇവിടം വനത്തിന് സമാനമായി മാറിയിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം നിക്ഷേപിക്കുന്നതോടെ പ്രദേശത്ത് കാട്ടുപന്നികളുടെയും തെരുവുനായകളുടെയും ശല്യം വർദ്ധിക്കുകയാണ്. മാലിന്യം ഭക്ഷിക്കുവാനായി എത്തുന്ന കാട്ടുപന്നികൾ കാടുപിടിച്ചു കിടക്കുന്ന റബ്ബർ തോട്ടത്തിൽ തമ്പടിച്ച് പെറ്റുപെരുകുകയാണ്. ഇത് ജനവാസ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാക്കുവാൻ ഇടയാക്കിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കൂട്ടിക്കൽ കൊക്കയാർ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും പുലിയെ കണ്ടതായും നാട്ടുകാർ പറയുന്നു. കാട്ടുപന്നികൾ തമ്പടിക്കുന്നിടത്ത് പുലിയുടെ ശല്യം വർദ്ധിക്കുവാനുള്ള സാധ്യതയും ഏറെയാണ്. ഇത്തരം റബ്ബർ തോട്ടങ്ങളിൽ പുലികൾ കൂട്ടത്തോടെ തമ്പടിച്ചാൽ അത് ജനജീവിതത്തെ സാരമായി ബാധിക്കും. നിരവധി തവണ തോട്ടം ഉടമകളോട് കാട് വെട്ടിത്തെളിക്കുവാൻ നിർദ്ദേശം നൽകിയെങ്കിലും സ്ഥലം ഉടമകൾ ഇതിന് തയ്യാറാകുന്നില്ലെന്നും ഇനി കർശന നടപടികളുമായി മുന്നോട്ടു പോകുകയാണെന്നും കൂട്ടിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി അഗസ്റ്റിൻ, വൈസ് പ്രസിഡന്റ് KR രാജി എന്നിവർ പറഞ്ഞു. കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലെ തേമ്പുഴ ഭാഗത്ത് ഏക്കർ കണക്കിന് തോട്ടം വർഷങ്ങളായിട്ട് കളവെട്ടാതെയും ആദായം എടുക്കാതെയും കാട് പിടിച്ച് വനം പോലെയാണ് കിടക്കുന്നത്. അവിടെ നമ്മൾ അവരുടെ ഉടമകളെയൊക്കെ കണ്ട് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരിതുവരെയും അത് വെട്ടി നീക്കി വൃത്തിയാക്കുവാനായിട്ട് തയ്യാറായിട്ടില്ല. ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന മേഖലയിലാണ് ആളുകൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. അതോടൊപ്പം തന്നെ ഒളയനാട് സ്കൂള് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന മേഖലയിലുള്ള സാധാരണക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു സ്കൂളാണ്. ആ സ്കൂളിൻ്റെ പരിസരവും ഇതുപോലെ കാട് പിടിച്ച് വന്യമൃഗശല്യവും ഇഴജന്തുക്കളുടെ ശല്യവുമായിട്ടാണ് കിടക്കുന്നത്. അടിയന്തരമായിട്ട് അത് വെട്ടി നീക്കുവാനായിട്ട് നമ്മൾ പലതവണ ആവശ്യപ്പെട്ടതാണ്. അവർ സഹകരിക്കുന്നില്ല. ഇനി പഞ്ചായത്ത് കർക്കശമായ നടപടിയുമായി മുന്നോട്ടേക്ക് പോകും. നമ്മുടെ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം. ഇപ്പം നമുക്കറിയാം പുലി, അതുപോലെ തന്നെ കാട്ടുപന്നികൾ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നത് ഈ തേമ്പുഴ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ്. തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടിക്കൽ കഴിഞ്ഞ് ഇളങ്കാട് വരെയുള്ള സമീപത്തെയുള്ള ആളുകളുടെ പറമ്പുകളിലെ കാടുകൾ വെട്ടിത്തെളിക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് കണ്ടുവരുന്നത്. പക്ഷേ അതിന് നമ്മൾ അടിയന്തരമായിട്ട് ഞങ്ങൾ പല പ്രാവശ്യവും ഇതിൻ്റെ പറമ്പ് ഉടമസ്ഥരോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവരൊന്നും അതിന് തയ്യാറായിട്ടില്ല. അത് നിയമപരമായിട്ട് ഇനി പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നിയമപരമായിട്ട് ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും, ഈ പറമ്പുടമകൾക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ട് അടിയന്തരമായിട്ട് ഇത് ചെയ്യാനാണ് നമ്മളിപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. നിയമപരമായ നോട്ടീസ് നൽകിയിട്ടും വനത്തിന് സമാനമായ കാട് വെട്ടിത്തെളിക്കുവാൻ സ്ഥലം ഉടമകൾ തയ്യാറായില്ലെങ്കിൽ നിയമ നടപടിയിലൂടെ ഇത് സാധ്യമാക്കുവാനാണ് കൂട്ടിക്കൽ പഞ്ചായത്തിന്റെ ശ്രമം. ഇതോടെ കൂട്ടിക്കൽ പഞ്ചായത്തിൽ വർദ്ധിച്ചു വരുന്ന കാട്ടുപന്നി, തെരുവുനായ ശല്യം എന്നിവയ്ക്ക് പരിഹാരമാകുമെന്നാണ് പഞ്ചായത്ത് അധികാരികളുടെ പ്രതീക്ഷ. ഫെസ്റ്റ് ന്യൂസ്, മുണ്ടക്കയം.